ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് പറ വരുന്ന ദിവസമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കണിച്ചുളുങ്കര അമ്പലത്തിൽ നിന്ന് പറ വരുമെന്ന്. അപ്പോൾ അതേ രാവിലെ തന്നെ കഴിക്കാനുള്ളതൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പറയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് അങ്ങനെ നമ്മൾ കാത്തിരുന്നു കുറച്ച് സമയം. ഒരു 10-10:30 വരുമെന്ന് നമ്മൾ വിചാരിച്ച്. ഒരു 10:45 കഴിഞ്ഞപ്പോൾ പറ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇന്ന് മീൻ വാങ്ങിച്ചിട്ടില്ല, പറ വരുന്ന കാരണം മീൻ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കറി വയ്ക്കാനായിട്ട് വഴുതനങ്ങ എടുക്കണേ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടിരുന്നപ്പം വടക്കേ വീട്ടിലെ മോൻ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നേ. വേറൊന്നുമല്ല, ചേച്ചിയുടെ ഉടുപ്പിട്ടത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ക്യാമറ അങ്ങോട്ട് തിരിച്ചൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ശങ്കര എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ശങ്കരൻ ചേച്ചിയുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങളെ കാണിക്കാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കായിരുന്നേ. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? വഴുതനങ്ങ പൊള്ളിക്കാൻ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മാങ്ങ മുളകിട്ടെടുക്കാൻ പോകുന്നു. പിന്നെ കോവയ്ക്കയുണ്ട്, കോവയ്ക്ക ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറി. പിന്നെ ഇന്നലത്തെ മോര് കാച്ചത് കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് പറ വരുന്ന ദിവസം ആയതുകൊണ്ടാണ് നമ്മൾ മീനൊന്നും വാങ്ങിക്കാതിരുന്നത്. മീൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് പറ വന്നിട്ടില്ലായിരുന്നല്ലോ. ഒരു 10:30-10:45 ആയപ്പോഴത്തേക്ക് ആണ് പറ വന്നത്. പറ വന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാതിരുന്നത്. നമ്മൾ വഴിപാട് കൊടുക്കുന്നതല്ല, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. ഞാനാണ് പറ നിറച്ചത്, എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ കറിക്കുള്ളതൊക്കെ നുറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാടൻ വഴുതനങ്ങയാണ്, എന്നാലും ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലൊരു വയലറ്റ് വഴുതനങ്ങ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് എടുക്കണ വേണ്ടേന്നൊരു സംശയം. അപ്പോൾ അനു എന്നോട് പറഞ്ഞ് അത് എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അനു വഴുതനങ്ങ കൂട്ടത്തില്ല, എങ്കിലും ഞാനതരിഞ്ഞ് പൊള്ളിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് വന്നപ്പം നാടൻ പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടൻ കോവയ്ക്കയും നാടൻ വഴുതനങ്ങ അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോവയ്ക്ക് മെഴുക്ക് പുരട്ടാനുള്ളത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. രാവിലെ ഇടേണ്ട വീഡിയോയ്ക്ക് ഞാനിത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ. അപ്പോൾ രാത്രി തന്നെ ഇരുന്നിട്ട് വോയിസ് കൊടുക്കുകയാണ്. അത് കാരണം ഒരുപാട് ശബ്ദത്തിലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഡോറിൽ അടച്ചിട്ടിരുന്ന ശബ്ദവും ചെറുതായിട്ട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ സാധാരണ ഞാൻ പകലാണ് വോയിസ് കൊടുക്കാറുള്ളത്. ഇന്നിപ്പോൾ രാത്രിയിൽ വോയിസ് കൊടുത്തിട്ട് എനിക്കത് അങ്ങോട്ട് ശരിയായില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യമായിട്ട് ഞാൻ രാത്രി തന്നെ വോയിസ് കൊടുക്കുന്നത് വെച്ചാൽ നാളെ 7 മണിക്ക് എന്തായാലും വീഡിയോ പോകേണ്ടതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ വീഡിയോയിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് സമയം കിട്ടാതെ പോയത്. മാങ്ങ മുളകിട്ടെടുക്കാനായിട്ട് ചെറുതായിട്ട് അനു ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നു. അപ്പോൾ മുളകും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി എടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി വഴുതനങ്ങയും കൂടെ അടുപ്പത്ത് വയ്ക്കാൻ പോയാണ്. അത് കുറച്ച് ചാറിലൊന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്.
കുറച്ച് കുടിവെള്ളവും കൂടെ തിളപ്പിക്കണമായിരുന്നേ, വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല പഴുത്ത ഓറഞ്ചാണ്, മധുരമൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഒരെണ്ണം ഞാൻ അതിൽ നിന്ന് എടുത്തൊന്ന് പൊളിച്ച് നോക്കി. ആദ്യം ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഡാമേജ് ആയിരുന്നു. പക്ഷേ ഇതെങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനും അതിനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം പൊളിച്ച് നോക്കി. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. ചില ഓറഞ്ചിന് മധുരം ഉണ്ടാകത്തില്ല, പക്ഷെ ചെറിയ ഓറഞ്ച് നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും. വലുതിന് മധുരം ഉണ്ടാകത്തില്ല. അങ്ങനെ കറികളെല്ലാം റെഡിയാക്കി എടുത്തിട്ട് പിന്നെ പാത്രത്തിലേക്ക് എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ച്. അപ്പോൾ ഞാനും അനുവും കൂടെ വെറുതെ ഒരു വീഡിയോ എടുത്തതാ, ചുമ്മാ ഒരു രസം. അനുവിനാണെങ്കിൽ ഭയങ്കര നാണം വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ചോറും കറികളൊക്കെ ഇവിടെ ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മോളെ വിളിച്ചപ്പോൾ മോള് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ചുമ്മാ അവർ വരാൻ വേണ്ടിയിട്ട് ഇന്ന് ഇരുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം മോൾക്ക് ചെറിയൊരു വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓട്ടോയിൽ ഇപ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പോയി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞാൻ കുറച്ച് ചെടിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നത് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.